ശ്രീ റാഷിദ്, ആദ്യം തന്നെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ശ്രീ ജയകുമാർ സാറിനെ നിയമിച്ചത് സഖാവ് ശ്രീ പിണറായി വിജയൻ അവരുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ്. നമ്മുടെ CPM മന്ത്രിസഭയും LDF ഗവൺമെന്റും ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ്. വിശ്വാസികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനെ സ്വാഗതം ചെയ്യുകയും അതിന്റെ നന്മ കാണുകയും ചെയ്യുന്നുണ്ട്. അതും ജയകുമാർ സാറിനെ പോലൊരാൾ വരുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ്. രണ്ട്, നമ്മുടെ അയ്യപ്പ സംഗമത്തിനടക്കം അയ്യപ്പൻ വാവർ വെളുത്ത എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് വലിയ കാര്യമാണ്. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. വളരെ കൃത്യമായി ശബരിമലയുടെ ദർശനവും മതസൗഹാർദ്ദവും വാവർ മുസ്ലിമും വെളുത്ത ക്രിസ്ത്യാനിയും അയ്യപ്പൻ ഹിന്ദുവും തുടങ്ങിയ കാര്യങ്ങൾ സഖാവ് ശ്രീ പിണറായി വിജയൻ എടുത്തു പറഞ്ഞത് വളരെ സ്വാഗതാർഹവും പോസിറ്റീവുമാണ്. എന്നാൽ ഇതിൽ അതുകൊണ്ടൊന്നും കൊള്ളയുടെ വിഷയങ്ങൾ മാറുന്നില്ല. അതായത് ശബരിമലയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് വാസു സാറും പാർട്ടിയോട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി പറയുന്ന ഒരു കാര്യം, ഗോവൻ സാറും ഞാനും വേറൊരു ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് ഞാനൊരു പക്ഷേ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ആ ആശയം അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിൽ യഥാർത്ഥത്തിൽ നടന്നത് തെഫ്റ്റ് ബൈ പോളിസിയാണ്. ആ പോളിസി എന്ന് പറഞ്ഞാൽ CPM-ന്റെ പോളിസിന്നോ ഗവൺമെന്റ് പോളിസിന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദേവസ്വം ബോർഡിന്റെ നയപരമായ ഒരു തീരുമാനം, അതായത് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്തത്തിലെടുത്ത നയപരമായ ഒരു തീരുമാനം കാരണമാണ്. അദ്ദേഹം മുമ്പത്തെ ഒരു ചാനൽ ഇരുന്നപ്പോൾ അദ്ദേഹം CPM-നെയാണ് പറഞ്ഞതെന്നോ മന്ത്രിസഭയാണ് പറഞ്ഞതെന്നോ ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല, ദേവസ്വം ബോർഡ് സ്വർണം പൊതിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സ്വർണം പൂശിയ കാര്യങ്ങളിലേക്ക് മാറാം എന്നൊരു തീരുമാനമെടുത്തു.